ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷ വിവരണങ്ങളിൽ ഈശോയുടെ ജീവിതത്തിലെ രംഗങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒന്നാണ് ഈശോയുടെ സ്വർഗാരോഹണം. ഇത് വളരെ മനോഹരമായി വളരെ ശ്രദ്ധയോടുകൂടി വിവരിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. സുവിശേഷ വിവരണത്തിന്റെ അവസാന രംഗത്തിലും നടപടി പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലും ഈ രംഗം വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ സ്വർഗാരോഹണ വിവരണം കാണുന്നത്. ഇതേക്കുറിച്ചുള്ള ഒരുക്കം 9-ാം അധ്യായത്തിൽ തന്നെ ആരംഭിച്ചതാണ്. 9-ാം അധ്യായം 30-ാം വാക്യത്തില് രൂപാന്തരീകരണ മലയിൽ വെച്ച് മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സംസാര വിഷയം ജെറൂസലമിൽ പൂർത്തിയാകാനിരുന്ന അവിടുത്തെ കടന്നുപോകലായിരുന്നു, എക്സഡസ് ആയിരുന്നു. ആ എക്സഡസ് കടന്നുപോകൽ എന്താണ് എന്നാണ് 9-ാം അധ്യായം 51-ാം വാക്യത്തിൽ ലൂക്ക തന്നെ വ്യക്തമാക്കുന്നത്. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈശോ ഓർസലമിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് അവിടെ കാണുന്നത്. അവിടെ ഓർസലമിലേക്കുള്ള നീണ്ട യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അവിടുത്തെ ആരോഹണത്തിന്റെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ആരോഹണത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയാൻ കാരണം അവിടുത്തെ സഹനവും മരണവും ഉത്ഥാനവും പിന്നെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സ്വർഗാരോഹണവും ഉൾപ്പെടെയുള്ള ആ പെസഹാ രഹസ്യം മുഴുവനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ സുവിശേഷ വിവരണം മുഴുവനും ഈ ഒരു രംഗത്തിലേക്ക്, ഈ ഒരു സംഭവത്തിലേക്ക് വളർന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 24-ാം അധ്യായം 50-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെയും കൂട്ടി രൂപാന്തരീകരണ മലയിലേക്ക് നീങ്ങുകയാണ്. അവിടെ എത്തിയിട്ട് ഈശോ ചെയ്യുന്ന കാര്യമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. പഴയ നിയമത്തില് അഹ്റോൻ പുരോഹിതനും പ്രധാന പുരോഹിതന്മാരെല്ലാവരും ചെയ്തിരുന്നത് പോലെ അവിടുന്ന് തന്റെ കരങ്ങൾ രണ്ടും ഉയർത്തി തന്റെ ശിഷ്യന്മാരെ, സ്ലീഹന്മാരെ അനുഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹിക്കുന്നത് പൗരോഹിത്യ രീതിയിലാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ചെയ്തിരുന്നത് പോലെയും യഹൂദ മതത്തില് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം മറ്റ് പുരോഹിതർ ദിവസം പ്രതി ചേരുന്നത് പോലെയുമുള്ള ആ പുരോഹിത ആശീർവാദം നൽകുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ സക്കറിയ പുരോഹിതൻ ഓസ്ലേം ദേവാലയത്തിൽ ധൂപശുശ്രൂഷ ചെയ്യുന്നതാണല്ലോ, വിവരിച്ചുകൊണ്ടാണല്ലോ. ഈ ധൂപശുശ്രൂഷയുടെ അവസാനത്തില് സക്കറിയായ്ക്ക് സാധിക്കാതിരുന്ന ആ പുരോഹിത ആശീർവാദം അതിന്റെ പൂർണ്ണതയില് ഒരു പുരോഹിതന്മാരെ പറഞ്ഞിരുന്നത് കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയായിരുന്നു. ഇവിടെ അതാവശ്യമില്ല. കാരണം അനുഗ്രഹിക്കുന്നത് കർത്താവ് തന്നെയാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോ മിശിഹാ തന്നെയാണ്, ഉത്ഥാനം ചെയ്ത കർത്താവ് തന്നെയാണ് ഇവിടെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ തന്നെയാണ് അനുഗ്രഹിക്കുക. നിത്യപുരോഹിതനായ ഈശോയാണ് അനുഗ്രഹിക്കുന്നത്. തന്റെ പൗരോഹിത്യ ധർമ്മം അത് കുരിശിലെ ഏകബലി പൂർത്തിയാക്കി കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, മധുബഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനത്തെ ആശീർവദിക്കുന്ന പുരോഹിതനെ പോലെ ഈശോയും ആശീർവദിക്കുകയാണ്. ഇവിടെ ഏറെ ശ്രദ്ധേയമായ സംഗതി, അനുഗ്രഹിക്കുവാൻ ഉയർത്തിയ കരങ്ങൾ അവിടുന്ന് താഴ്ത്തിയിട്ടില്ല എന്നുള്ളതാണ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് മുകളിലേക്ക് സംവഹിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് ലൂക്ക എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നും അവിടുന്ന് തന്റെ കരങ്ങൾ, അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങൾ താഴ്ത്തിയിട്ടില്ല. ആ അനുഗ്രഹം അന്ന് സ്വീകരിച്ചത് സ്ലീഹന്മാരാണ്, ശിഷ്യന്മാരാണ്. പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രയം പറയും, ഈശോ, ഉദിതനായ ഈശോ കരങ്ങൾ ഈ സ്ലീഹന്മാരുടെ ശിരസിൽ വയ്ക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ കൈവെപ്പ് ശുശ്രൂഷ, സ്യാമീത ആരംഭിക്കുന്നത് അവിടെയാണ് എന്ന് അപ്രയം പിതാവ് പറയും. തന്റെ ശിഷ്യന്മാരെ, സ്ലീഹന്മാരെ പുരോഹിതരായി അവിടുന്ന് അഭിഷേകം ചെയ്യുകയായിരുന്നു ഈ കൈവെപ്പിലൂടെ. എന്തിനു വേണ്ടിയായിരുന്നു? തൊട്ടു മുൻപ് 48-49 വാക്യങ്ങളില് ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ, സാക്ഷികളാകുവാനുള്ള കൽപ്പന നൽകിയതിനു ശേഷമാണ് 49 റൂഹായി കാത്തിരിക്കാനുള്ള കൽപ്പനയും നൽകി. അപ്പോൾ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി സ്ലീഹന്മാരെ അഭിഷേകം ചെയ്യുകയാണ്, മിശിഹായ്ക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷികളാകുവാൻ വേണ്ടിയിട്ട്. അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളുടെ ഫലമായ പാപമോചനവും രക്ഷയും എല്ലാ ജനപദങ്ങളോടും പ്രഘോഷിക്കാൻ വേണ്ടി. ആകാശത്തിന് കീഴിൽ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോയുടെ നാമമല്ലാതെ. അവിടുന്നാണ് രക്ഷകൻ, അവിടുന്നാണ് സത്യദൈവം എന്നുള്ള ആ സത്യം എല്ലാ ജനതകളോടും പ്രഘോഷിക്കാൻ വേണ്ടി സ്ലീഹന്മാരെ നിയോഗിച്ചയക്കുകയായിരുന്നു. ഈ സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് ഇന്നും സ്ഥിരസഭയില് യുദ്ധനായ ഈശോയിൽ നിന്ന് കിട്ടിയ ആ ആശീർവാദം, പുരോഹിതാശീർവാദം കൈവെപ്പിലൂടെ, സ്യാമീതായിലൂടെ തന്റെ പുരോഹിത ഗണങ്ങളിലേക്ക് കൈമാറുന്നത്. ഈ പുരോഹിതരിലൂടെയാണല്ലോ, സ്ലീഹന്മാരിലൂടെ പിൻഗാമികളും അവരുടെ കൈവെപ്പഴി പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന പുരോഹിതരിലൂടെയുമാണല്ലോ ഈശോ അന്ന് നൽകിയ ആ കൽപ്പന, ലോകത്തിന്റെ അതിർത്തികൾ വരെ മിശിഹായ്ക്ക് സാക്ഷികളാകുവാനുള്ള
സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള മിശിഹായിലേക്ക് ജനത്തെ ചേർക്കുവാനുള്ള ആ കൽപ്പന പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ വീണ്ടും തുടർന്നും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ സ്ലീഹന്മാരിൽ സ്ഥാപിതമായ ഈ സഭയിലൂടെ, ഈ പൗരോഹിത്യത്തിലൂടെ അവിടുന്ന് ഈ നിത്യപുരോഹിതന്റെ ആ ആശീർവാദ കർമ്മം തുടരുകയാണ്. ഓരോ കുദാശയിലും ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ആശീർവദിക്കുന്നത് ഉദ്ധിതനായ മിശിഹ തന്നെയാണ്. ആ ഒരു ഇടമുറിയാത്ത ആ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. സഭയിലെ ഓരോ കുദാശയും, സഭാ സംവിധാനം മുഴുവനും ഉദ്ധിതനായ മിശിഹായുടെ ഈ നിത്യമായ അനുഗ്രഹത്തിന്റെ, നിത്യപുരോഹിതനായ ഈശോയുടെ എന്നും നിലനിൽക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ അവസാനം അവിടുന്ന് വരാനിരിക്കുന്നതും ഈ അനുഗ്രഹിക്കുന്ന കരങ്ങളോടുകൂടി തന്നെയാണ് എന്ന് എപ്രകാരം എടുക്കപ്പെട്ടുവോ അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരുമെന്നാണല്ലോ ദൂതന്മാർ സ്ലീഹന്മാരോട് പറഞ്ഞത്. അപ്രയം പിതാവ് പറയും, സഭാശരീരം, മിശിഹായുടെ ശരീരമാണല്ലോ തിരുസഭ, ഈ ശരീരത്തിന്റെ ശിരസാണല്ലോ മിശിഹ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും ആദ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശിരസാണ്. ഇതുപോലെ മിശിഹ ഈ ലോകത്തിലെ തന്റെ ഇഹലോകവാസം അവസാനിപ്പിച്ചതിന് ശേഷം ശിരസായ മിശിഹ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഉറപ്പാണ്, ശരീരവും അവിടേക്ക് തന്നെ പ്രവേശിക്കുമെന്ന്. നാം മിശിഹായോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, അവിടത്തെയാണ് അനുഗമിക്കുന്നെങ്കിൽ, നിശ്ചയമായും ശിരസ് എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങളായിരിക്കുന്ന, അവയവങ്ങളായിരിക്കുന്ന നമ്മളും എത്തിച്ചേരും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. ഉദ്ധിതനായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തോട് ചേർന്ന് നിൽക്കാം. അവിടുത്തോടൊപ്പം നിത്യപിതാവിനെ സ്വർഗത്തിൽ നേരിൽ കാണുന്നതിനും ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമുള്ള ആ ഭാഗ്യദിനത്തിനായി നമുക്കും കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.